കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ചീറ്റിംഗ് ഈസ് എ ചോയ്സ്, ഇറ്റ്സ് നോട്ട് എ മിസ്റ്റേക്ക്. ചതി എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കുന്നതാണ്, അതൊരിക്കലും ഒരു അബദ്ധമല്ല. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആലോചിക്കുന്നത്. അതിൽ കുറെ ആളുകൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതെന്താണ് അങ്ങനെ? എടാ, ചതിക്കാന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരാളെ ചതിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മളയാളെ ചതിക്കാണ്, അല്ലെ? കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തികളോ ആരോ ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. അയാൾ അറിയാതെ, അയാൾ ഒരിക്കലും അറിയരുത് എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ മറച്ചു വെച്ച് ചെയ്യുന്ന ഒരു കാര്യം, അതിനല്ലേ ചതി എന്ന് പറയാ. അപ്പൊ നമുക്കറിയാം അത് അയാൾ അറിയരുത്, അത് അയാൾ അറിയാൻ പാടില്ല, അത് അയാൾ അറിഞ്ഞാൽ പ്രശ്നമാകും, അങ്ങനെ ഒരുപാട് തോട്ട്സ് നമ്മുടെ ഉള്ളിൽ പോയിട്ടുണ്ടാവും. അപ്പൊ മറച്ചു വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ചതി നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലടാ ചെയ്യണത്. അബദ്ധം എങ്ങനെ അതാവുക? അബദ്ധം എന്ന് പറയുമ്പോ നമ്മൾ അറിയാണ്ട് നമ്മളിന്ന് പറ്റിപ്പോവാണ്. അബദ്ധം സിമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യം തരാം. രണ്ടുപേര് ഓപ്പോസിറ്റ്, ഒരാൾ ഇവിടുന്ന് അങ്ങോട്ടും ഒരാൾ അവിടുന്ന് ഇങ്ങോട്ടും നടന്നു വരുന്ന സമയത്ത് അവർ രണ്ടുപേരും അറിയാതെ കൂട്ടിമുട്ടി. അതൊരു അബദ്ധമാണ്, അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്. അങ്ങനത്തെ ചെറിയ ചെറിയ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് അബദ്ധങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ചതി അങ്ങനല്ലടാ, ചതി അറിഞ്ഞുകൊണ്ട് ചെയ്യണം. അതിന്റെ ഒരു ഡെപ്ത് അത് അനുഭവിച്ചാലും മനസ്സിലാവുള്ളൂടാ. ഒരാള് നമ്മൾ അത്രയും വാല്യൂ ചെയ്യുന്ന, അത്രയും നമ്മള് നമ്മളെ ലൈഫിൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാള് നമ്മളെ ചതിച്ചെന്ന് ഒരു പോയിന്റിൽ നമ്മൾ അറിയുമ്പോ അത് സീനാവും. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? അനുഭവിച്ചിട്ടുണ്ട്. അതങ്ങനെ വരും. അത് ലൈഫ് നമുക്ക് കാണിച്ചു തരും. എന്തിനാ നമ്മൾ ചതിച്ചത്? നമ്മൾ ഓരോരുത്ത് യാതൊരു വിധത്തിലും ഒന്നും ഒരു ചതി അങ്ങോട്ട് ചെയ്തിട്ടില്ല, ഒന്നും മറച്ചു വെച്ചിട്ടില്ല. നമുക്കത് ചതി അത്രയും ഫീൽ ആവാനുള്ള കാരണം എന്താ പറയുക? നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് നിന്നത്. അതുകൊണ്ടാണ് ആ ചതിക്ക് അത്രയും വലിയൊരു പവർ നമ്മളെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റിയത്. ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയത്. നമ്മൾ ലോയലായിട്ടല്ല നിന്നതെങ്കിൽ ആ ചതി നമുക്ക് അത്ര അങ്ങോട്ട് എഫക്ട് ചെയ്യില്ല. ഓഫ് കോഴ്സ് എഫക്ട് ചെയ്യും, പക്ഷെ അത് വല്ലാണ്ട് എഫക്ട് ചെയ്യില്ല. നമ്മൾ എത്രത്തോളം ലോയലായി നിൽക്കുന്നോ അത്രത്തോളം ഓരോ ചതികളും നമ്മളെ ലൈഫിൽ വളരെ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. എന്ന് വെച്ച് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിൽക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. ജെന്യൂനായി നിൽക്കാൻ പറ്റുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം ഇന്ന് ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയുന്ന പോലെ ചതിക്കാനൊക്കെ ഈസിയാണ്. വളരെ ഈസി ആയിട്ട് ഒരാളെ നമുക്ക് പറ്റിക്കാൻ പറ്റും, ചതിക്കാനൊക്കെ പറ്റും. അപ്പൊ ചതിക്കാതെ കൂടെ നിൽക്കാൻ പറ്റുന്നത് ഇന്നത്തെ കാലത്ത് അനുഗ്രഹം തന്നെയല്ലേ? നിങ്ങളെ ലൈഫിലടാ നിങ്ങളെ ചതിക്കാത്ത ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് നിങ്ങള്. അതിന്റെ അപ്പുറത്തോട്ട് ഞാൻ ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം നമ്മൾ സ്നേഹിക്കുന്ന ആളുകള് നമ്മളെ ചതിക്കുന്ന ഒരു മൊമെന്റ്, അത് ഏറ്റവും പ്രശ്നം എപ്പോഴാണെന്ന് അറിയാം. നമ്മൾ അറിയുന്നൊരു മൊമെന്റ് ഉണ്ടാവും, ഇവര് നമ്മളെ ചതിക്കായിരുന്നല്ലോ എന്ന്. ഇത് ഒറ്റയടിക്ക് ചിലപ്പോൾ ഇത് റിലേറ്റ് ചെയ്യുക റിലേഷൻഷിപ്സിലുള്ള ആളുകളാവും. പക്ഷെ അത് മാത്രമൊന്നല്ല, ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഉണ്ടടാ. വെറുതെ വിചാരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും റിലേഷൻഷിപ്പിൽ മാത്രം സംഭവിക്കും എന്നുള്ളത്. ഒരിക്കലുമല്ല. ഫാമിലിയിലുണ്ട്, ഫ്രണ്ട്ഷിപ്പിലുണ്ട്, ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അറിഞ്ഞ് ചതിക്കുന്ന, എന്തിന് ബിസിനസ് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ച എന്റെ പാർട്ട്ണർ എന്നെ ചതിച്ചു പോയിന്ന്. എന്തിന്? പൈസക്ക് വേണ്ടിയിട്ട്. എന്തിനൊക്കെ ഓരോരുത്തർ ചതിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്ക്. എടാ, ചീറ്റിംഗ് എന്ന് പറയുന്നത് അത് നമ്മൾ എത്രത്തോളം അതിനെക്കുറിച്ച് ആലോചിക്കുന്നു, എത്രത്തോളം അതിനെക്കുറിച്ച് ഓർമ്മിക്കുന്നു, നമുക്ക് അത്രയും പ്രശ്നം കൂടും. കാരണം നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരാള്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് യാതൊരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാത്ത ഒരാളാണ് നമ്മളെ ചതിച്ചതെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിന്റെ അങ്ങേയറ്റം പോയിട്ട് നമ്മൾ അതിലേക്ക് എന്ത് കാര്യത്തിലാണോ ചതിച്ചത് അതിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തും. അല്ലെങ്കിൽ നമുക്ക് ഇമോഷണലി വലിയ നമ്മൾ ബ്രേക്ക് ഡൗൺ ആവുന്നില്ല. മേ ബി ഫിനാൻസിന്റെ കാര്യത്തിലാണ് നമ്മളെ പറ്റിച്ചതെങ്കിൽ നമ്മൾ സാമ്പത്തികപരമായിട്ട് കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക, അതിന്റെ മെന്റൽ ഇഷ്യൂസ് വരാന്നല്ലാണ്ട് ഇമോഷണൽ അവരുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ നമ്മളെ ബാധിക്കൂല. പക്ഷെടാ
നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ കൊണ്ട് നടന്ന ആളുകളൊക്കെ നമ്മളെ മനസ്സിങ്ങനെ കീറി മുറിക്കുന്ന തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനാടാ സഹിക്കുക? പറ്റുമോ? അത് ആലോചിക്കുമ്പോ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു കനം അല്ലേ? അതാണ്. അപ്പം പറഞ്ഞു വരുന്നത്രേ ഉള്ളൂ, നിങ്ങളുടെ ലൈഫിൽ ചതിക്കാത്ത ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ അനുഗ്രഹണ്ടാ. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളും ചതിക്കരുത്. റയറായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അതിന്റെ വാല്യൂ എപ്പോഴാ മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാല് അതില്ലാണ്ടായി പോകുമ്പോഴാണ്. സോ നിങ്ങളും ആരെയും ചതിക്കാതിരിക്കുക, നിങ്ങളെ ആരും ചതിക്കാതിരിക്കട്ടെ. അപ്പോ അത്രേ ഉള്ളൂ. ചീറ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മിസ്റ്റേക്ക് അല്ല, ഇറ്റ്സ് എ ചോയ്സ്. അതനുഭവിച്ച ആളുകൾക്ക് അതിന്റെ വേദന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പറയാൻ പറ്റുള്ളൂ.